വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാൻ കഴിയാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. എൻ്റെ പാപങ്ങളുടെ ലിസ്റ്റ് കാണാൻ കഴിയാത്ത യാഥാർത്ഥ്യമാണ്. കാര്യം ഞാനൊരു വെള്ളക്കടലാസിൽ ഇവിടെ സെല്ലോ പെന്നും കൊണ്ട് എഴുതി കൊടുത്തതല്ല ബോണ്ട്. ഞാൻ പിശാചിന് ഒരു ബോണ്ട് സെല്ലോ പേപ്പറിൽ ഒരു ബോണ്ട് പേപ്പറിൽ ഇവിടുത്തെ എന്തെങ്കിലും ഒരു മഷിപ്പേന കൊണ്ട് എഴുതി കൊടുത്തതല്ല. ഇറ്റ് ഹാപ്പൻഡ് ഇൻ ദി അൺസീൻ വേൾഡ്. കാണാൻ കഴിയാത്ത ലോകത്തിലാണ് ഞാൻ എൻ്റെ ഉടമസ്ഥാവകാശം പിശാചിന് എഴുതി കൊടുത്തത്. അത് കാണാൻ കഴിയാത്ത ലോകത്തിലാണ് യേശു കർത്താവ് പിശാചിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചത്. കാണാൻ കഴിയാത്ത ലോകത്തിലാണ് അല്ലെങ്കിൽ അദൃശ്യ ലോകത്തിലാണ് യേശു കർത്താവ് ഇത് ക്രൂശിൽ തറച്ചത്. ദൃശ്യ ലോകത്തിലല്ല. ഇത് ഞാൻ അറിയണമെങ്കിൽ ഈ അദൃശ്യ ലോകത്തിലേക്ക് ഞാൻ ആത്മാവിൽ പ്രവേശിച്ചാലേ പറ്റുള്ളൂ. അവിടെ പ്രവേശിച്ച് കഴിയുമ്പോൾ ആത്മാവിൽ എനിക്കുണ്ടാകുന്നത് നിഗമനമല്ല, ഉറപ്പാണ്. കാരണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും എൻ്റെ ആത്മാവും തമ്മിലുള്ള ഫ്യൂഷൻ, അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് സമയം കിട്ടുമെങ്കിൽ പറയാം. ആ ഫ്യൂഷനിലാണ് എനിക്ക് ഉറപ്പുണ്ടാകുന്നത്. അവിടെ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ്. അപ്പോൾ പാപമോചനത്തെക്കുറിച്ചുള്ള ഉറപ്പ് എനിക്കുണ്ട്. 2, വീണ്ടും ജനനത്തിൻ്റെ ഉറപ്പ് എനിക്കുണ്ട്. ഐ നോ ദാറ്റ് ഐ എം ബോൺ അഗെയിൻ. എന്തുകൊണ്ട്? ഞാൻ ദൈവ പൈതലായി തീർന്നത് ബോൺ അഗെയിൻ എക്സ്പീരിയൻസിലൂടെയാണ്. ദൈവ പൈതലാകാൻ വേറെ മാർഗമൊന്നുമില്ല. വീണ്ടും ജനനത്തിലൂടെയാണ് ഞാൻ ദൈവ പൈതലായി തീർന്നത്. പക്ഷെ വീണ്ടും ജനനം എന്ന് പറയുന്നത് എവിടെ നടന്നില്ല? ദൃശ്യലോകത്തിൽ നടന്നില്ല. നടന്നോ? ഇല്ല. പക്ഷെ അദൃശ്യ ലോകത്തിൽ ഞാൻ വീണ്ടും ജനിച്ചു. അതുകൊണ്ട് ഞാനിപ്പോൾ ആരാണ്? ദൈവത്തിൻ്റെ മകനാണ്. ദൈവത്തിൻ്റെ മകനാണെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. എങ്ങനെയാണ് ഉറപ്പുള്ളത്? എന്തുകൊണ്ടാണ് എങ്ങനെയാണ് ഞാനൊരു ദൈവ പൈതലാണെന്നുള്ള ഉറപ്പുണ്ടാക്കാൻ കഴിയുന്നത്? ഉറപ്പുള്ളവരുടെ കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. പലർക്കും അങ്ങനെ ഉറപ്പില്ല. ആന്നോ ബ്രദറെ, ആയിരിക്കുമല്ലേ എന്നൊക്കെ പറയുന്ന ഒത്തിരി പേരുണ്ട്, ആത്മാർത്ഥതയുള്ളവരാ. പക്ഷേ എനിക്ക് ഉറപ്പുണ്ട്. എന്തുകൊണ്ട്? ആ ഉറപ്പ് ആത്മതലത്തിലാണ് ഉണ്ടാകുന്നത്. റോമാലേഖനം 8-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നു, നാം ദൈവത്തിൻ്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. എൻ്റെ ആത്മാവും ദൈവത്തിൻ്റെ ആത്മാവും തമ്മിലുള്ള ഒരു യോജിപ്പിലാണ്, ഒരു ഫ്യൂസിങ്ങിലാണ് എനിക്ക് ഉറപ്പുണ്ടാകുന്നത്. എന്ത്? ഞാൻ ദൈവത്തിൻ്റെ മകനാണ് എന്നുള്ള ഉറപ്പ്. അത് മറ്റൊരാളോട് എനിക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയത്തില്ല. അത് കാണാൻ കഴിയാത്തൊരു യാഥാർത്ഥ്യമാണ്. ഈ പട്ടം പറപ്പിക്കുന്ന ഒരു പയ്യൻ, അവനിങ്ങനെ കൈ ഇങ്ങനെ ആഫ്റ്റർ സം ടൈം വാട്ട് ഹാപ്പൻസ്, ഈ പട്ടം പറന്ന് അങ്ങ് മോളിൽ പോയി കഴിഞ്ഞാൽ പട്ടം നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പം ഒരു ചെറുക്കൻ ഇങ്ങനെ നൂലിങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുന്നു. ഉടനെ ഒരാൾ വന്നിട്ട് ചോദിച്ചു, നീ എന്തോടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ നൂലിങ്ങിട്ട് വലിക്കുന്നത് എന്തിനാ? ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ പട്ടം പറപ്പിക്കുക. ഞാൻ ചോദിച്ചു, എവിടെ പട്ടം? എവിടെ? ദൂരെ ഉണ്ട്. ഇവിടെ കാണാൻ പറ്റുന്നില്ലല്ലോ. കാണാൻ പറ്റത്തില്ല, പക്ഷേ അവിടെ ഉണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇല്ല മോനെ, നിനക്ക് തെറ്റ് പറ്റിയത്. അവിടെ ഒന്നും പട്ടമൊന്നും ഇല്ല, നിനക്കൊരു തോന്നല അവിടെ ഉണ്ടെന്നുള്ളത്. ഞാൻ പറഞ്ഞു, നോ, ഐ നോ, എൻ്റെ പട്ടം അവിടെ ഉണ്ടെന്നുള്ളത് എനിക്കറിയാം. എങ്ങനെ അറിയാം? എൻ്റെ കൈകളിൽ ഞാനത് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ കയ്യിൽ ഓരോ പ്രാവശ്യവും എൻ്റെ പട്ടം സ്പർശിക്കുന്നുണ്ട്. ഞാൻ ഇവിടെ ഭൂമിയിലിരുന്ന് ഈ നൂലിൽ പിടിച്ച് വലിക്കുമ്പോൾ എനിക്കറിയാം ആ ഉയരത്തിൽ എന്തുണ്ട്? എൻ്റെ പട്ടം പറക്കുന്നുണ്ട് എന്നതുപോലെ ദൈവത്തിൻ്റെ ആത്മാവും എൻ്റെ ആത്മാവും തമ്മിലുള്ള ഫ്യൂഷനിൽ ഞാൻ ദൈവത്തിൻ്റെ മകനാണ് എന്നുള്ള യാഥാർത്ഥ്യം ആത്മതലത്തിലാണ് ഞാൻ തിരിച്ചറിയുന്നത്. ഇതേപോലെ തന്നെ എനിക്ക് നിത്യതയെക്കുറിച്ചുള്ള ഉറപ്പും ഉണ്ടാകുന്നു. ഒന്ന്, എനിക്ക് പാപമോചനത്തിൻ്റെ ഉറപ്പുണ്ടാകുന്നു. എങ്ങനെ? വിശ്വാസത്താൽ എനിക്കറിയാം എൻ്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു. 2, വീണ്ടും ജനനത്തിൻ്റെ ഉറപ്പുണ്ടാകുന്നു. എനിക്കറിയാം ഐ ആം ബോൺ അഗെയിൻ, ഞാനൊരു പുതിയ സൃഷ്ടിയാണ്, ഞാനത് അനുഭവിക്കുന്നുണ്ട്, ഞാൻ ദൈവത്തിൻ്റെ മകനാണെന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്. 3, ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്നുള്ളതിനെ കുറിച്ചുള്ള ഉറപ്പും എനിക്കുണ്ട്. ഞാൻ സയ്യിദ് അലി എന്ന എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞതാണ്, ഐ നോ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. ഐ എം എ മാൻ വിത്ത് കണ്ടൻമെൻറ്റ്. ഐ നോ ഐ എം കണ്ടന്റ് വിത്ത് വാട്ട് ഐ ഹാവ് ആൻഡ് വാട്ട് ഐ ആം. ഞാൻ യേശുവിനോട് കൂടെ നടക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് എനിക്കറിയാം when I die I will be with Jesus. എനിക്കറിയാം ഞാൻ മരിക്കുമ്പോൾ ഞാൻ യേശുവിനോട് കൂടെ നിത്യത ചെലവഴിക്കുമെന്നുള്ളത് എനിക്കറിയാം. എനിക്ക് ഉറപ്പുണ്ട്. ഐ എം അഷ്വേർഡ്. അത് ഹോപ്പൊന്നുമല്ല, അത് ഫിയർ ഒന്നുമില്ല, ഫിയറോ ഹോപ്പോ അല്ല. ഇറ്റ് ഈസ് അഷ്വറൻസ്. ആശ മാത്രമല്ല എൻ്റെ ഫെയ്ത്ത് എന്ന് പറയുന്നത്, ആശ മാത്രമല്ല എൻ്റെ ഫെയ്ത്ത് എന്ന് പറയുന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പാണ്. ഐ ആം അഷ്വേർഡ് അബൌട്ട് മൈ ഇറ്റേണിറ്റി. എൻ്റെ നിത്യതയെക്കുറിച്ച് എനിക്ക് എന്തുണ്ട്? ഉറപ്പുണ്ട്. ഞാനൊരിക്കലും പോകുമോ ബ്രദറെ, എനിക്ക് അത്ര പോകുമായിരിക്കും അല്ലേ എന്നൊന്നും ഞാൻ പറയത്തൊന്നുമില്ല. എന്തുകൊണ്ട്? ഐ നോ. വെറുതെ പറയുന്നവരുണ്ട് കേട്ടോ. എനിക്കറിയാവുന്ന 2 പേര് ഒരു ഫാമിലിയിൽ ചെന്ന് സുവിശേഷം പറയാനായിട്ട് ചെന്നു. സുവിശേഷം പറയാൻ ചെന്ന് കഴിഞ്ഞ് കത്തോലിക്ക ഒരു ഫാമിലിയിലാണ് ചെന്നത്. അവർ ചെന്നിട്ട് ചോദിച്ചു, അച്ചായ രക്ഷിക്കപ്പെട്ടതാണോ? അങ്ങനെ ഇതൊന്നും പറഞ്ഞിട്ട് മനസ്സിലായില്ല. പുള്ളി ഈ വാക്കൊന്നും, എന്തോ മോനെ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പറഞ്ഞു,
ഇന്ന് അച്ചായൻ മരിച്ചാൽ സ്വർഗത്തിൽ പോകുന്ന ഉറപ്പുണ്ടോ എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ഉറപ്പൊന്നും എനിക്കില്ല മോനെ. ചിലപ്പോൾ പോകുമായിരിക്കുമെന്നല്ല, ശരിയായിട്ടുള്ള ഉറപ്പുണ്ടോ? ഇന്ന് മരിച്ചാൽ സ്വർഗത്തിൽ പോകുന്ന ഉറപ്പുണ്ടോ? ഉടനെ അച്ചായൻ പറഞ്ഞു, എനിക്ക് അങ്ങനെ ഉറപ്പില്ല മോനെ. ഉടനെ ഈ രണ്ടുപേരും പറഞ്ഞു, എന്നാൽ ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, ഇന്ന് മരിച്ചാൽ ഞങ്ങൾ സ്വർഗത്തിൽ പോകുമെന്ന്. പിന്നെ അച്ചായൻ പറഞ്ഞു, പക്ഷേ എനിക്ക് അങ്ങനെ തോന്നുന്നില്ലല്ലോ പിള്ളാരെ, നിങ്ങളുടെ ജീവിതം എനിക്കറിയാമല്ലോ, നിങ്ങൾ ഈ നെഞ്ചത്തടിച്ചിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ നെഞ്ചത്തടിച്ച് പറയുന്നത് കൊണ്ട് മാത്രമുണ്ടാകുന്ന ഉറപ്പല്ല, ആത്മതലത്തിൽ നമ്മൾ തിരിച്ചറിയുന്ന വിശ്വാസത്തിൻ്റെ ഉറപ്പ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് എ ഹോപ്പ്, ഇറ്റ് ഈസ് അഷ്വറൻസ്. ആശിക്കുന്നതിൻ്റെ ഉറപ്പ്. എനിക്ക് തീർച്ചയായിട്ടും അറിയാം. ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു കഥയോടെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. പണ്ട് മർത്തോമ സഭയിൽ ഭയങ്കര ഉണർവുണ്ടായ ഒരു സമയത്ത്, പലർക്കും ഞാൻ പറഞ്ഞിട്ടുള്ള സ്റ്റോറിയാണിത്. മർത്തോമ സഭയിൽ ഉണർവുണ്ടായ സമയത്ത് എല്ലാവരും ഭയങ്കര ആത്മാവിലൊക്കെ നിറഞ്ഞിരിക്കുന്ന സമയത്ത് ഉപദേശി ഒരു ദിവസം, എല്ലാവരും ഇങ്ങനെ ആത്മാവിൽ നിറഞ്ഞിരിക്കുകയല്ലയോ, ഉപദേശി ചോദിച്ചു, നിങ്ങളെല്ലാവരും ഇപ്പോൾ കാഹളം ധ്വനിച്ചാൽ പറന്നുയരുവാൻ തയ്യാറായിരിക്കുന്ന എല്ലാവരും കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ട്. അത് ഞാനിപ്പോൾ പറഞ്ഞാൽ ഇവിടെ എല്ലാവരും ഹല്ലേലൂയ പറയത്തില്ലയോ? എല്ലാവരും എന്ത് ചെയ്തു? ഹല്ലേലൂയ 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 3 പ്രാവശ്യം പറഞ്ഞു. ഒരു പ്രാവശ്യം പറയാൻ പറഞ്ഞു, 3 പ്രാവശ്യം പറഞ്ഞു. ഉടനെ ഉപദേശി പറഞ്ഞു, നോക്കുക സിയോനെ, നിന്റെ ജനം എത്ര ഉണർന്നിരിക്കുന്നു, എത്ര ഉറപ്പോടുകൂടെ നിന്റെ വരവിനായി കാത്തിരിക്കുന്നു. അവർ കാഹളധ്വനിക്കായി കാത്തിരിക്കുകയാണ്. ഇപ്പോൾ നിന്റെ കാഹളമൊന്ന് മുഴക്കിയാലും സിയോനെ നിന്റെ കാഹളമൊന്ന് ഊതുക എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ആകാശത്ത് നിന്ന് കാഹളധ്വനി കേട്ടു. അപ്പോൾ എല്ലാവരും കൂട്ടക്കരച്ചിലായി. ആരും പോയില്ല, എല്ലാവരും ഭയങ്കര കരച്ചില്. ഈ ഉപദേശം എന്ത് ചെയ്യുന്നറിയാമോ? ഒരു മനുഷ്യനെ നേരത്തെ മാവിൻ്റെ മുകളിൽ കയറ്റി ഇരുത്തിയിട്ടുണ്ടായിരുന്നു ഒരു കാഹളവുമായിട്ട്, ഈ പറയുന്നതൊക്കെ സത്യമാണോ ഇല്ലയോ എന്ന് അറിയാനായിട്ട്. പ്രിയമുള്ളവരെ, യഥാർത്ഥത്തിൽ ഉറപ്പുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നെങ്കിൽ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞേനേയും, ഈ കാഹളം ഫേക്കാണ്, ഇത് ശരിയായ കാഹളമല്ല, കാഹളം മുഴങ്ങിയായിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായും പോയേനേയും എന്ന് പറഞ്ഞേനേയും. അതാണ് അദൃശ്യലോകത്തിൽ ആത്മാവിൽ സഞ്ചരിക്കുന്നവനുള്ള ഉറപ്പ് എന്ന് പറയുന്നത്. എൻ്റെ സുഹൃത്ത് പറഞ്ഞ ഒരു വാക്ക് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം കൊച്ചി എറണാകുളം പട്ടണത്തിലാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, കർത്താവ് വരുമ്പോൾ എറണാകുളം പട്ടണത്തിൽ നിന്ന് എത്ര പേര് എടുക്കപ്പെടുമെന്നുള്ളത് എനിക്കറിയത്തില്ല. 1000 പേരോ 10,000 പേരോ എടുക്കപ്പെടട്ടെ. പക്ഷേ കർത്താവ് വരുമ്പോൾ എറണാകുളം പട്ടണത്തിൽ നിന്ന് ഒരാൾ മാത്രമേ എടുക്കപ്പെടത്തുള്ളൂ എങ്കിൽ അത് ഞാനായിരിക്കും. ആരും ചിരിക്കണ്ട, അത് തൻ്റെ ഇടമാണ്, അല്ലാതെ അത് അഹങ്കാരമല്ല. അതാണ് ഉറപ്പ് എന്ന് പറയുന്നത്. അതാണ് ഉറപ്പെന്ന് പറയുന്നത്. 10,000 പേര് പോകുന്നതും എനിക്ക് സന്തോഷം. അദ്ദേഹം പറഞ്ഞ അതാണ്. എറണാകുളത്ത് നിന്ന് 10,000 പേര് പോകുന്നതും എനിക്ക് സന്തോഷം. പക്ഷേ എറണാകുളം പട്ടണത്തിൽ നിന്ന് കർത്താവ് വരുമ്പോൾ എടുക്കപ്പെടുന്നത് ഒരേ ഒരു വ്യക്തിയാണെങ്കിൽ, ഒരേ ഒരു വ്യക്തിയെ എടുക്കപ്പെടത്തുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞില്ല, ഒരേ ഒരു വ്യക്തിയാണെങ്കിൽ അത് ഞാനായിരിക്കും. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരെങ്കിലും എല്ലാവരും ബിരുദ പ്രാപിക്കുന്നില്ല, ബിരുദ പ്രാപിക്കുന്നവൻ ഒരേ ഒരുവനല്ലേ. ഒരേ ഒരുവനല്ലേ എന്ന് ചോദിച്ചാൽ അത് കറക്റ്റായിട്ടുള്ള കാര്യമല്ല. കാര്യം ബിരുദ പ്രാപിക്കുന്ന ഒരാൾ മാത്രമല്ല, ഓട്ടക്കളത്തിൽ അനേകർ വിജയിക്കുന്നുണ്ട്. ആ വാക്യത്തിൻ്റെ കൺസ്ട്രക്ഷൻ ഇങ്ങനെയാണ്, ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരെങ്കിലും ബിരുദ പ്രാപിക്കുന്നവൻ ഒരാൾ മാത്രമേ ഉള്ളൂ എങ്കിൽ ആ ബിരുദ പ്രാപിക്കുന്നവൻ നിങ്ങളാകണം എന്ന നിലയിൽ ഓടുവിൻ എന്നാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. ഒരാൾ മാത്രമേ ബിരുദ പ്രാപിക്കത്തുള്ളൂ എങ്കിൽ ആ ബിരുദ പ്രാപിക്കുന്നവൻ ഞാനായിരിക്കും എന്ന നിലയിൽ വേണം നിങ്ങൾ ഓടാൻ. നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവേൻ. എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ പറയട്ടെ, പ്രിയമുള്ളവരെ, വിശ്വാസത്തിൻ്റെ ലോകത്ത് നമ്മുടെ പാപമോചനത്തെക്കുറിച്ചുള്ള ഉറപ്പ് എത്ര പേർക്കുണ്ട്? മോചിക്കപ്പെട്ടോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ ആത്മതലത്തിൽ കാൽവറി ക്രൂശിൽ യേശു മരിക്കുമ്പോൾ എന്ത് സംഭവിച്ചു എന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടായിരിക്കണം. അത് നിങ്ങളൊന്ന് അറിയണം. വാട്ട് ഹാപ്പൻ വെൻ ജീസസ് വാസ് ഡൈയിങ് ഓൺ എ ക്രോസ്? വീണ്ടും ജനന ഒരു അനുഭവമായി ഒരു ബോധ്യമുള്ള ആളുകൾ എത്ര പേരുണ്ട്? മിക്ക ആളുകൾക്കും അവർ വീണ്ടും ജനിച്ചവരാണെന്നുള്ള തിരിച്ചറിവില്ല. ഒരു പുതിയ സൃഷ്ടിയായിട്ട് ആളുകൾ ജീവിക്കുന്നില്ല. എന്തുകൊണ്ട്? അവർ ആത്മതലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മാത്രമേ അവരൊരു പുതിയ സൃഷ്ടിയാണെന്നുള്ള തിരിച്ചറിവ് അവർക്കുണ്ടാകത്തുള്ളൂ. അവിടെയാണ് ഫെയ്ത്ത് ആവശ്യമായിരിക്കുന്നത്. അതാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഫെയ്ത്ത്. ഞാൻ ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരു പുതിയ സൃഷ്ടിയാണെന്നുള്ള തിരിച്ചറിവ് എനിക്കുണ്ടാകുമ്പോൾ അതാണ് ദൈവം പ്രസാദിക്കുന്ന ഫെയ്ത്ത് എന്ന് പറയുന്നത്. നിത്യതയെക്കുറിച്ച് ഉറപ്പുള്ള ആളുകൾ എത്ര പേരുണ്ട്? ഇപ്പോൾ കാഹളം ധ്വനിച്ചാൽ ഞാൻ എടുക്കപ്പെടുമെന്ന് തൻ്റെ ഇടത്തോടുകൂടെ, വെറുതെ ആളുകളെ കാണിക്കാനല്ല, ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഉള്ളു തട്ടി പറയാൻ കഴിയുന്ന ഉറപ്പ്. ഓട്ടക്കളത്തിൽ ഓടുന്നവർ 1000 പേരാണെങ്കിലും ബിരുദ പ്രാപിക്കുന്ന ഒരാളെ ഉള്ളെങ്കിൽ അത് ഞാനായിരിക്കും എന്ന് പറയാൻ കഴിയുന്നത്രയും ഉറപ്പ്, അഷ്വറൻസ്, ദാറ്റ് ഈസ് ഫെയ്ത്ത്. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. ഒരു നിമിഷം ദൈവസന്നിധിയിൽ നമ്മളോട് തന്നെ ചോദിക്കാം, എത്രത്തോളം ഉറപ്പ്
ആത്മതലത്തിൽ എനിക്ക് പ്രാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. യുഗങ്ങളായി മനുഷ്യൻ ആശിക്കുന്ന ദൈവ സംസർഗത്തെ സാധ്യമാക്കി തീർക്കുന്നതാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. ആ ദൈവ സംസർഗത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ നമുക്ക് പാപമോചനം ആവശ്യമുണ്ട്. പാപമോചനം നടക്കണമെങ്കിൽ പാപബോധമുണ്ടാകണം, പാപം ഏറ്റുപറയണം, എങ്കിലേ പാപമോചനം ഉണ്ടാകത്തുള്ളൂ. പാപബോധമുണ്ടാകണമെങ്കിൽ ഞാൻ പാപം ചെയ്ത് കാണും എന്ന് പറയുന്നതല്ല. പാപബോധം എന്ന് പറയുമ്പോൾ എൻ്റെ പാപം എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നതാണ്. എൻ്റെ പാപം എനിക്കും എൻ്റെ സഹപ്രവർത്തകർക്കും എൻ്റെ കുടുംബത്തിനും മാത്രമല്ല, എൻ്റെ പാപം യേശുവിനോട് എന്ത് ചെയ്തു എന്ന് തിരിച്ചറിയുന്നതാണ്. കാൽവറി ക്രൂശിൽ തൂങ്ങിക്കിടക്കുന്ന യേശു അനുഭവിക്കുന്ന പങ്കപ്പാടുകൾ, കഷ്ടതകൾ, അവൻ്റെ മരണം എൻ്റെ പാപത്തിൻ്റെ പരിണിതഫലമാണെന്നുള്ള തിരിച്ചറിവ് ആത്മതലത്തിൽ ഉണ്ടായവന് മാത്രമേ വിശ്വാസത്തിൻ്റെ ലോകത്ത് പാപമോചനം ഉണ്ടാവുകയുള്ളൂ. ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് പോലെ യേശു എല്ലാവർക്കും വേണ്ടി മരിച്ചു, എനിക്ക് വേണ്ടി മരിച്ചു എന്ന് പറയുന്നവന് പാപമോചനം ഉണ്ടാകത്തില്ല, പാപബോധം ഉണ്ടാകത്തില്ല. ഇന്ന് ഫെയ്ത്ത് എന്താണെന്ന് തിരിച്ചറിയുക. വ്യക്തി എന്ന നിലയിൽ അദൃശ്യ ലോകത്തിലേക്ക് കയറി യേശു നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ള തിരിച്ചറിവുണ്ടായി. കാൽവറി ക്രൂശിൽ യേശു കർത്താവ് മരിച്ചപ്പോൾ അദൃശ്യ ലോകത്തിൽ എങ്ങനെ എൻ്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടു എന്ന് പൗലോസ് കണ്ടതുപോലെ വെളിപ്പാടിൽ അത് കാണുമ്പോൾ, അത് വെളിപ്പാടിലേ കാണാൻ പറ്റുള്ളൂ, അത് ചരിത്രത്തിൽ കാണുന്ന കാര്യമല്ല. വെളിപ്പാടിൽ അത് കാണുമ്പോൾ എൻ്റെ പാപമോചനത്തെക്കുറിച്ചുള്ള ഉറപ്പ് എനിക്കുണ്ടാവുകയാണ്. എൻ്റെ വീണ്ടും ജനനത്തെക്കുറിച്ചുള്ള ഉറപ്പ്. ഐ എം ബോൺ അഗെയിൻ എന്നുള്ളത് ഞാനൊരു പുതിയ സൃഷ്ടിയായി പരിശീലിക്കുകയാണ്. ഐ നോ ദാറ്റ് ഐ ആം എ ന്യൂ ക്രിയേഷൻ. ഞാനൊരു പുതിയ സൃഷ്ടിയാണെന്നുള്ളത് എനിക്കറിയാം, എനിക്ക് ഉറപ്പുണ്ട്. കാണാൻ കഴിയാത്ത കാര്യമാണ് പുതിയ സൃഷ്ടി. മറ്റുള്ളവർ എൻ്റെ ശരീരം മാത്രമേ കാണുന്നുള്ളൂ. എല്ലാവരും സാജുവിനെ കാണുന്നു, നടക്കുന്ന, സഞ്ചരിക്കുന്ന, പ്രസംഗിക്കുന്ന സാജുവിനെ കാണുന്നു. അദൃശ്യ ലോകത്തിൽ ഞാൻ കയറുമ്പോഴാണ് ഞാൻ പുതിയ സൃഷ്ടിയാകുന്നത്. ആ പുതിയ സൃഷ്ടി ഞാനാണ് തിരിച്ചറിയുന്നത്. നിങ്ങൾ കാണുന്നത് അതിൻ്റെ പ്രതിഫലനം മാത്രമാണ്. ഒരു കല്ല് കുളത്തിലിട്ട് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ അടിയിലേക്ക് അത് പോകുന്നു, അതാരും കാണുന്നില്ല, അത് അദൃശ്യ ലോകത്തിൽ. പക്ഷേ അലയടികൾ കാണുന്നു. എൻ്റെ പുതുജനനത്തിൻ്റെ അലയടികൾ മാത്രമേ മറ്റുള്ളവർ കാണുന്നുള്ളൂ. പുതുജനനം ഞാനാണ് കാണുന്നത്. വിശ്വാസത്തിൽ വരാൻ പോകുന്ന ലോകത്തെക്കുറിച്ചുള്ള ഉറപ്പ്, നിത്യതയെക്കുറിച്ചുള്ള ഉറപ്പ്, ശരിക്കും ആ ഒരു അഷ്വറൻസിൽ ജീവിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കും.